സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച മന്ദിരത്തിന്റെയും ഇവിടെ ആരംഭിച്ചിരിക്കുന്ന പുതിയ ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം ആന്റണി ജോൺ MLA, TU കുരുവിള എന്നിവർ ചേർന്ന് നിർവഹിച്ചു. അരനൂറ്റാണ്ടിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ബാങ്കിന്റെ സേവനങ്ങൾ സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകൾക്ക് സാമ്പത്തിക പിന്തുണയും സ്ഥിരതയും നൽകുന്നതിലൂടെ പ്രശംസ നേടിയെടുത്തിരിക്കുകയാണ്. ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ ബാങ്കിന് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എത്രമാത്രം സാധിക്കും എന്നതിന് പരിധികളില്ലായെന്ന് പ്രവൃത്തികൊണ്ട് തെളിവ് നൽകുകയാണ് കീരമ്പാറ സർവീസ് സഹകരണ ബാങ്ക്. ബാങ്ക് പ്രവർത്തിച്ചുവന്ന നാൾവഴികളിലേക്ക് നോക്കിയാൽ ഇത് വ്യക്തമായി കാണാനാകും. 1965 നവംബർ 11 ബാങ്ക് രജിസ്റ്റർ ചെയ്തത്. നവംബർ 14 പ്രവർത്തനവും ആരംഭിച്ചു. 1979 ഏപ്രിൽ 21 ബാങ്ക് ഹെഡ് ഓഫീസ് നിലവിലുള്ള സ്ഥലത്തേക്ക് മാറ്റി. മുൻ പ്രസിഡന്റ് ഷെവലിയാർ TU കുരുവിളയുടെ ഇടപെടൽ വഴി ബാങ്കിനോടുള്ള സ്നേഹസൂചകമായി മഞ്ഞയിൽ ശ്രീമതി കുരുവിള ഏലി സൗജന്യമായി നൽകിയ സ്ഥലത്ത് നിലവിലെ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കീരമ്പാറ സർവീസ് സഹകരണ ബാങ്ക് 1965 നവംബർ മാസമാണ് ഇതിന് ആരംഭം കുറിച്ചത്. കീരമ്പാറയിലുള്ള കർഷകരായിട്ടുള്ള ഒരു പറ്റം ആളുകൾ അവരുടെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഒത്തുകൂടി ഇവിടേക്ക് ഊഞ്ഞാപ്പാറ കവലയിലുള്ള ഒരു കടമുറിയിലാണ് ആദ്യമായിട്ട് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ശ്രീ CV മത്തായി കുഞ്ഞാണ്. അതിനുശേഷം ഷെവലിയർ TU കുരുവിള ഇതിൻ്റെ ആദ്യത്തെ എന്ന് തന്നെ പറയാം, ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മികവ് കൊണ്ടാണ് ഇത് ആദ്യ ഘട്ടങ്ങളിൽ ഇതിൻ്റെ ഒരു പുരോഗതി സാധിച്ചത്. ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അന്നു മുതൽ ഇന്ന് വരെ, ഇന്നിപ്പോൾ ഏകദേശം ഞാൻ 12ാമത്തെ പ്രസിഡൻ്റാണ്. ഞാൻ 2002 പ്രസിഡൻ്റായി സ്ഥാനമേറ്റതാണ്. ഇപ്പം കഴിഞ്ഞ 5 ടേമായിട്ട് പ്രസിഡൻ്റായി തുടരുകയാണ്. അപ്പോൾ ഈ ആദ്യത്തെ ഇതിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇതിന് സ്വന്തമായിട്ട് ഒരു ആസ്ഥാനം ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ശ്രീ TU കുരുവിളയുടെ ഒരു ഇടപെടൽ മൂലം ഇവിടെ മഞ്ഞയിൽ ശ്രീമതി കുരുവിള ഏലി എന്ന് പറയുന്ന വ്യക്തി ഇന്നിപ്പോൾ ഈ കാണുന്ന ഈ ബാങ്ക് ഇരിക്കുന്ന സ്ഥലം സംഭാവനയായി നൽകി. അങ്ങനെയാണ് 1979 ഈ സ്ഥാപനം ഇവിടെ സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറിയത്. പിന്നീട് 1999 പുന്നേക്കാട് ശാഖ, 2005 നാടുകാണി ശാഖ, 2011 പാലമറ്റം ശാഖ, 2015 കീരമ്പാറ പ്രഭാത സായാഹ്ന ശാഖ എന്നിങ്ങനെ 4 ശാഖകൾ നിലവിൽ വന്നു. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ബാങ്കിംഗ് സേവനം. ബാങ്കിന്റെ കീഴിൽ ഒരു നീതി മെഡിക്കൽ സ്റ്റോറും നീതി പ്രൊഫഷണൽ സ്റ്റോറും പ്രവർത്തിക്കുന്നു. കൂടാതെ കർഷകരുടെ സൗകര്യാർത്ഥം മൃഗങ്ങൾക്കുള്ള മരുന്നുകളും ലഭ്യമാണ്. നീതി പ്രൊഫഷണൽ സ്റ്റോറിൽ നിത്യോപയോഗ സാധനങ്ങളും കാലിത്തീറ്റയും ലഭ്യമാണ്. ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ മാരകരോഗം ബാധിച്ചവർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കും കാരുണ്യ സ്പർശം എന്ന പദ്ധതിയിലൂടെ ചെറിയ തോതിൽ സഹായങ്ങൾ നൽകി വരികയാണ് ബാങ്ക്. ഈ കീരമ്പാറ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ചുരുക്കം ചില കാര്യങ്ങൾ ഡാനി പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു വെല്ലുവിളിയായിരുന്നു ഇതിൻ്റെ തടസ്സം. കീരമ്പാറ പഞ്ചായത്തിൽ അന്ന് ചേലാട്ടിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ അന്ന് പിണ്ടിവന പഞ്ചായത്തും കീരമ്പാറ പഞ്ചായത്തും ഒന്നായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാടുകാണിക്ക് നമ്മളൊരു റോഡ്, ഊഞ്ഞാപ്പാറ നാടുകാണി റോഡിന് വേണ്ടി അപേക്ഷിച്ചു. അതിനൊരു ഫണ്ട് തന്നു. പക്ഷെ അത്രയും ഫണ്ട് പഞ്ചായത്തിൽ നിന്ന് എടുക്കണമെന്നായിരുന്നു. പഞ്ചായത്ത് അവരുടെ വാർഡിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു വാദത്തിലായി അവസാനം അതിനുവേണ്ടി
ഇവിടെ പഞ്ചായത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആദ്യം മഞ്ഞയിൽ തന്നെ പറ്റുന്ന സ്ഥലം കർഷകർക്കായി ഊഞ്ഞാപ്പാറയിൽ അഗ്രികൾച്ചറൽ ലൈബ്രറി, ഇക്കോ ഷോപ്പ്, ഊഞ്ഞാപ്പാറ, പുന്നേക്കാട്, നാടുകാണി, പാലമറ്റം എന്നിവിടങ്ങളിൽ 4 വളം ഡിപ്പോകൾ എന്നിവ പ്രവർത്തിക്കുന്നു. കർഷകർക്ക് ആവശ്യമായ ഉപദേശങ്ങളും സഹായങ്ങളും നൽകാൻ ബാങ്ക് സദാ സന്നദ്ധമാണ്. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി കേരള ഗവൺമെന്റ് കെയർ ഹോം പദ്ധതിയിൽ ഒരു വീടും MP നഗറിൽ ബാങ്ക് സ്വന്തം ചെരുവിൽ മറ്റൊരു വീടും നിർമ്മിച്ചു നൽകി. 342 അംഗങ്ങൾക്ക് പെൻഷൻ നൽകിക്കൊണ്ട് വാർദ്ധക്യത്തിൽ അവർക്കൊപ്പം നിൽക്കുകയാണ് കീരമ്പാറ സർവീസ് സഹകരണ ബാങ്ക്. കീരമ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നവീകരിച്ച ഹെഡ് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് KK ദാനിയുടെ അധ്യക്ഷതയിൽ ബാങ്ക് അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ കോതമംഗലം MLA ആന്റണി ജോൺ നിർവഹിച്ചു. ഏതാണ്ട് 6 പതിറ്റാണ്ടിലേറെ 1965 ആരംഭിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഊഞ്ഞാപ്പാറയിൽ ഒരു വാടക കെട്ടിടത്തിൽ ചെറിയ തോതിൽ പ്രവർത്തനം ആരംഭിച്ച ഈ ഒരു സ്ഥാപനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു സഹകരണ സ്ഥാപനമായി ഇന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ തുടക്കം മുതൽ നമ്മൾ ഇന്നിവിടെ സമ്മേളിക്കുന്ന 2026 വരെ ഈ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെല്ലാം പ്രത്യേകമായി സ്മരിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. ഇതോടൊപ്പം നവീകരിച്ച ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി TU കുരുവിള നിർവഹിച്ചു. ചടങ്ങിൽ രവീന്ദ്രരത്ന ദേശീയ പുരസ്കാര ജേതാവ് സിജു പുന്നേക്കാട്, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവരെ ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് C. പുല്ലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി KP, പള്ളി വികാരിമാരായ ഫാദർ വർഗീസ് പുതുമനക്കുടി, ഫാദർ റോബിൻ പടിഞ്ഞാറക്കൂറ്റ്, രാഷ്ട്രീയ പ്രതിനിധികളായ രാജു അബ്രഹാം, MS ശശി, ജോജി സ്കറിയ, PA മാമച്ചൻ, നാരായണൻ നായർ, AK കൊച്ചൂറു, സുനിൽ അവരപ്പാട്ട്, ബാങ്ക് ബോർഡ് മെമ്പർമാരായ ബിനോയ് M. തോമസ്, CB ചാക്കോ, സോമി കോരത്ത്, ജോബ് മണി, സോണിയ ജേക്കബ്, ലിറ്റി ജോണി, സൗമ്യ ജോമോൻ, സെക്രട്ടറി ഇൻചാർജ് സിമി പോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.